പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി, അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അല്ല. കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോഴെടുത്ത് തുപ്പ് പൊണ്ടോറടക്കാൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് വിഷയം അല്ല, ഈ വിഷയം കൂടി ചർച്ച ചെയ്യാമല്ലോ. ആ വിഷയം ആരാപ്പ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് കണ്ടോ ഇവനൊന്ന് പരിഗണന കണ്ടോ, അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള എല്ലാ ഇടങ്ങളിലും പുരോഗമനം വേണം. ഇത് ഞാൻ തന്നെ തട്ടിപ്പോയനെ. ഏത് വായനാണാവോ കളി കണ്ടേ? എന്താണ് നമ്മളിപ്പോ പുരോഗമനം എന്ന് പറഞ്ഞു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ? ചർച്ച അതിന് നീ പേടിച്ചോടുന്നതിന് അവൾ ഇതിന്റെ അനുജത്തിയല്ലേ, അമ്മായി ഒന്നല്ലല്ലോ. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ വിഷയത്തിലെ ഒരു അനാചാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം ചോദിക്കും. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ആചാരം എന്ന് പറയുന്നത് ഇത് എവിടെയായാലും അനാചാരമാണ്. ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വലിയ ശല്യമല്ലോ, ഇപ്പൊ വലിയ ശല്യമല്ലേ. ഇതിൽ നല്ലത് ഒരു ഭക്തൻ എന്ന രീതിയിൽ എന്റെ അഭിപ്രായം ഇങ്ങനെ ഒറ്റവെറുപ്പിന് എല്ലാം കൂടി പറഞ്ഞ ഭഗവാനും ഓർമ്മക്കില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ അസംബന്ധമാണ്. എന്റെ ഭക്തി നിങ്ങൾക്ക് അളക്കാനുള്ള ഒരു അവകാശം. വരസേറെ ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ ഓട്ടോറിലും വിളക്കിലൊക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ. പറ്റിക്കാൻ കഴിയും പ്രേക്ഷകർ. കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. ഭക്തിയുടെ കാര്യത്തിൽ ചുണ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഇരുട്ടത്തിരുന്ന് കൊഞ്ഞന് കാട്ടല്ല വേണ്ടത്. ഇല്ല, പക്ഷെ ആ പറഞ്ഞതിനെ മറ്റു സമുദായവുമായിട്ട് ഈ ഘട്ടത്തിൽ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല. എല്ലായിടത്തും പുരോഗമനം വരണമെന്നുള്ളത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചാണോ പോകുന്നത്, അതോ താങ്കൾ കറുത്ത പാന്റും കറുത്ത ഷർട്ടും ഇട്ടാണോ പോകുന്നത്? മര്യാദക്കകത്ത് എന്ന് എന്തെങ്കിലും പറഞ്ഞ് അവളെ തളച്ചില്ലെങ്കിൽ നീ ഇനി പോണ്ടിച്ചേരി കാണൂല. മനസ്സിലായില്ല. ഹജ്ജ് നിർവഹിക്കാൻ പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചു തന്നെയല്ലേ പോകുന്നത്? പറയുന്നത് ഇന്ത്യയിലെ കാര്യമാണോ സൗദിയിലെ കാര്യമാണോ? ഇവന്റെ ഒക്കെ കൂടെ ചേരണ്ടാൻ നിൽക്കണ എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാണ്. മതേതര സമൂഹമായ ഇന്ത്യയിലെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. അഭ്യാസം തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ.